ചപ്പാത്തിയിലേക്ക് പറ്റിയ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടത്. ഒരു പാനിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ചെറിയ ജീരകം, വറ്റൽമുളക് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് വറുത്തെടുക്കുക. കുക്കറിൽ ഗ്രീൻ പീസ് വേവിച്ചതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു ക്യാരറ്റും വലിയ ഉള്ളിയും ഉരുളക്കിഴങ്ങും പിന്നെ പയർ, അതേപോലെ കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബദാമാണ് ചേർത്ത് കൊടുത്ത് ഉപ്പും വേവാനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒറ്റ വിസിലിന് വേവിച്ചെടുക്കുക. അതിന്ന് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും മാറ്റി വെക്കുക. ബാക്കിയുള്ളതൊക്കെ മിക്സർ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. അരച്ചത് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. വേറെ പാനിലേക്ക് വെളിച്ചെണ്ണയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതേപോലെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ആ ഗ്രേവിയിലേക്ക് അതിട്ട് കൊടുക്കുക. വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ടാവില്ലേ, അത് മാറ്റി വെച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഇത്തിരി കാശ്മീരി ചില്ലി പൗഡറും ബീഫ് മസാലയും ചേർത്തിട്ടും തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് പാലിൻ്റെ പാടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. പച്ചമുളകും മല്ലിയിലിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കറിയാണ്, ഒന്ന് ട്രൈ ചെയ്യുക.